ഹായ് ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ അഗ്ലോനിമ ചെടി ഇഷ്ടമുള്ളവരാണോ? നിറയെ ഷൂട്ട് അഗ്ലോനിമ ചെടിയിൽ വരുമ്പോൾ പോട്ട് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അഗ്ലോനിമയുടെ വിശേഷമാണ്. പൂമുറ്റം ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത്? പുതിയതായിട്ട് കാണുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളൊരു ഗാർഡനിങ് ചാനലാണ്. പൂക്കളും ചെടികളും ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നൊരു ചാനലാണ്. നമ്മൾ മെയിനായിട്ടും ചെടികളുടെ വിശേഷങ്ങളും പൂക്കളിടാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സും ആണ് പറയുന്നത്. പിന്നെ അപ്പോൾ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഗാർഡനിങ് ടിപ്പുകൾ, ചെടി പരിപാലനം, പുതിയ അറിവുകൾ, പ്ലാന്റ് അപ്ഡേറ്റുകളൊക്കെ പറയാം. പിന്നെ നമ്മൾ സെയിലുണ്ട് കേട്ടോ, ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട്. 10 രൂപ, 20 രൂപ, 50 രൂപ, 150 രൂപയൊക്കെ ചെടികൾ നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അഗ്ലോനിമ വളർത്തുന്ന എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. നമ്മുടെ അഗ്ലോനിമയിൽ പുതിയ ഷൂട്ടുകൾ വരുന്നില്ല എന്ന് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചട്ടി നിറയെ കട്ടിയായി വളരെ ഭംഗിയായിട്ട് എങ്ങനെ ഈ നഴ്സറിയിലുള്ളവർ ഉണ്ടാക്കുന്നത്, എന്താണ് അതിൻ്റെ ടിപ്പ് എന്നൊക്കെ ചോദിക്കേണ്ടത്. അപ്പം ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് നിറയെ ഷൂട്ട്സ് വരാറുണ്ട്. അത് എനിക്ക് കുറച്ച് നഴ്സറിയിൽ നിന്നൊക്കെ കിട്ടിയ ടിപ്പ് വെച്ച് ഞാൻ ചെയ്താണ്. അത് മനസ്സിലാക്കിയത് ഞാൻ പ്രയോഗിച്ചപ്പോഴാണ് എനിക്കെല്ലാം ശരിയായി കിട്ടിയത്. അപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാണ് കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ചട്ടി നിറയെ ഷൂട്ട് വന്ന് നല്ല ഭംഗിയായിരിക്കട്ടെ നിങ്ങളുടെ വീട്ടിലെ ചെടികളും. സബ്സ്ക്രൈബ് ചെയ്തല്ലോ അല്ലേ? തൊട്ടടുത്തുള്ള ബെല്ലൂടി ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ അധികം സീരീസ് പോലെയാണ് ചെയ്യുന്നത്. ഒന്നിൻ്റെ റിലേറ്റഡ് ആയിട്ട് അടുത്ത വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും നിങ്ങൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ആ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്താലേ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോ കിട്ടുള്ളൂ കേട്ടോ. ടിപ്പ് നമ്പർ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, അഗ്ലോനിമ ഒരിക്കലും കഠിനമായ വെയിൽ കൊള്ളിക്കരുത്. നല്ല ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റാണ് വേണ്ടത്, അല്ലാതെ കഠിനമായ വെയിലല്ല. അപ്പോൾ പുതിയ ഷൂട്ടുകൾ വരണമെങ്കിൽ നിങ്ങൾ ഒരു ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഷെയ്ഡിലൊക്കെ ഉള്ള ലൈറ്റ്, അല്ലെങ്കിൽ നമ്മളൊരു മരത്തിൻ്റെയൊക്കെ അടിയിലേക്ക് വെക്കുക ചെടി, അപ്പോൾ ആ മരത്തിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന ലൈറ്റില്ലേ, അതാണ് ബ്രൈറ്റ് ഇൻഡയറക്റ്റ് ലൈറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് കിട്ടുമ്പോഴാണ് ചെടികളിൽ പുതിയ ഷൂട്ട്സ് വരുന്നത്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. സൂര്യപ്രകാശം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നല്ല ലൈറ്റിലാണ് നിങ്ങൾ വെക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട്സ് വരത്തില്ല. നിങ്ങളുടെ ഇലകളിലെ നിറം ഭംഗി കംപ്ലീറ്റ് പോയി മങ്ങിയ നിറത്തിലേക്ക് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ രണ്ടാമത്തെ കാര്യം, നമ്മൾ പെട്ടെന്ന് ടിപ്സ് ഇങ്ങനെ പറഞ്ഞു പോകും. ചെറിയൊരു വീഡിയോ, കുറേ അറിവുകൾ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ചില വീഡിയോ കണ്ടിട്ടുണ്ട്, അവസാനം എന്തോ കുഞ്ഞു കാര്യം പറയാം, കുറേ വലിച്ചു നീട്ടി പറയാം. ഞാൻ അങ്ങനെ ചെയ്യില്ല, നമ്മൾ വേഗം പറഞ്ഞു പോവുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് വേഗം പറയാലേ. നമ്മൾ മണ്ണില്ലേ എപ്പോഴും കുറച്ച് നനവ് വേണം. എന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിന്ന് റൂട്ട് വരികയും ചെയ്യരുത്, എന്നാൽ വെള്ളം വേണം ചെടിക്ക്. അപ്പോൾ 2-3 ദിവസം കൂടുമ്പോൾ നിങ്ങൾ നനയ്ക്കുക. അധിക വെള്ളം വന്ന് വേരുകൾ ചീഞ്ഞു പോകാനും ഷൂട്ട് കുറയാനും സാധ്യതയുണ്ട്. അപ്പോൾ അധികം വെള്ളം വരാതിരിക്കാൻ നോക്കുക, വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. ചെടി ഡെയിലി നനയ്ക്കേണ്ട. ഒരുപാട് വെള്ളം കെട്ടി നിൽക്കുമ്പോൾ നനവ് ഓവറായിട്ട് വരുമ്പോൾ ഷൂട്ട്സ് വരത്തില്ല. അപ്പോൾ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുമല്ലോ, വെള്ളം 2-3 ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതി. മണ്ണൊക്കെ ഒന്ന് തൊട്ട് നോക്കുക, അതിൽ നനവുണ്ടെങ്കിൽ അന്നും അതിനെ പിറ്റേന്നൊന്നും നനയ്ക്കേണ്ട. മനസ്സിലായില്ലേ? അടുത്തത് മൂന്നാമത്തെ ടിപ്പായിട്ട്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേട്ടോ, നല്ലൊരു പോട്ട് മിക്സ് ആണ്. ഈ അഗ്ലോനിമയുടെ കാര്യം മാത്രമല്ല കേട്ടോ, ഏത് ചെടിയുടെ കാര്യമാണെങ്കിലും ബേസ് എന്ന് പറയുന്നത് പോട്ട് മിക്സ് തന്നെയാണ്. അപ്പം ഞാൻ എടുക്കുന്ന പോട്ട് മിക്സ് ജസ്റ്റ് സ്പീഡിലൊന്ന് കാണിച്ചു പോകാവേ. ചരല് കൂടിയ മണ്ണ്, അതിലേക്ക് ഉമി വളരെ നല്ലതാണ് കേട്ടോ. ഉമി ഇട്ടാൽ എന്താണെന്ന് വെച്ചാൽ എയർ പോക്കറ്റ്സ് ഉണ്ടാവും പോട്ട് മിക്സിൽ. അപ്പോൾ നല്ല രീതിയിൽ ചെടികൾക്ക് ശ്വസിക്കാനും പറ്റും, വേര് വ്യാപകമായി വളരാൻ പറ്റും. അപ്പോൾ എന്താവും, പുതിയ ഷൂട്ട്സ് പെട്ടെന്ന് വരും. അപ്പം ഉമി വളരെ ഫലപ്രദമാണ്. ഉമി നിങ്ങൾക്ക് നാട്ടിൽ എവിടെയും കിട്ടാനില്ലെങ്കിൽ ഞാനായിട്ട് കോൺടാക്ട് ചെയ്തത്, ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പാക്കറ്റിന് 30 രൂപ വെച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉമി 10 പാക്കറ്റൊക്കെ എടുത്താൽ ഒന്ന് ഫ്രീ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉമി വേണ്ടവർ ഞാനായിട്ട് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളിടുന്ന കുറച്ച് ചകിരിച്ചോറ്, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ചാണകപ്പൊടി, ഇതാണ് നമ്മുടെ പോട്ട് മിക്സ്. ചാണകപ്പൊടിൻ്റെ സ്ഥലത്ത് ചിലപ്പോൾ കമ്പോസ്റ്റാക്കി മാറ്റാറുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ കയ്യിൽ ഓർഗാനിക് ഉള്ള അത് ഇടും. അപ്പോൾ ഈ ഒരു പോട്ട് മിക്സ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാണകപ്പൊടി ഉള്ളതുകൊണ്ട് തന്നെ ഇലകൾ അടിപൊളിയായി, എല്ലുപൊടി ഉള്ളതുകൊണ്ട് തന്നെ വേരുകൾ സ്ട്രോങ് ആയി, വേപ്പിൻ പിണ്ണാക്കുള്ളതുകൊണ്ട് തന്നെ ഫസ്റ്റ് നമ്മൾ നടുമ്പുള്ള മണ്ണിലുള്ള ആവശ്യമില്ലാത്ത കീടങ്ങളെല്ലാം ഈ വേപ്പിൻ പിണ്ണാക്ക് നശിപ്പിക്കും. നമ്മൾ ചകിരിച്ചോറ് ഇടുന്നതുകൊണ്ട് തന്നെ 3-4 ദിവസം കഴിഞ്ഞ് നനയ്ക്കുകയാണെങ്കിലും മണ്ണിൽ വെള്ളം പിടിച്ചു നിർത്തും. പിന്നെ നമ്മുടെ ഉമി ഇടുന്നതുകൊണ്ട് എയർ പോക്കറ്റ്സ് ഉള്ളതുകൊണ്ട് വേരുകൾ ശക്തമായി വളരാനും പുതിയ പുതിയ ഷൂട്ട്സ് വേഗം വരാനും പറ്റും. അപ്പോൾ മണ്ണും ഈ സംഭവങ്ങളും ചേർത്ത് കഴിഞ്ഞാൽ അടിപൊളി പൊട്ടി മിക്സായി. ഇത് ഞാൻ സജസ്റ്റ് ചെയ്യും. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഉപയോഗിച്ചിട്ട് എനിക്ക് പെർഫെക്റ്റ് പൊട്ടി മിക്സ് ആണ് കേട്ടോ. ഇതും എനിക്ക് നഴ്സറിക്കാരാട്ടോ പറഞ്ഞു തന്നെ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്താണ്.
നമ്മുടെ ഷൂട്ട്സ് വരണമെങ്കിൽ നമുക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എന്തെങ്കിലും ഒരു വളം നൽകണം. വേർമി കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ ഒക്കെ നമ്മൾ കൊടുത്താൽ, എന്ന് വെച്ചാൽ ചെടികൾക്ക് പോഷകങ്ങൾ വേണം. അങ്ങനെയാകുമ്പോഴാണ് പുതിയ ഷൂട്ട്സ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലുമൊക്കെ വളങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ NPK ഒക്കെ വാങ്ങിച്ച് കൊടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മാസത്തിൽ ഒരു ദിവസം NPK കൊടുക്കുന്നത് നല്ലതാണ്. പുതിയ പുതിയ ഷൂട്ട്സ് വരാൻ വളങ്ങൾ എന്തായാലും വേണം. പിന്നെ 5ാമത്തെ കാര്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, മഞ്ഞ ഇലകൾ പഴകിയ ഇലകളും ഒക്കെ മുറിച്ച് മാറ്റണം. അപ്പോഴാണ് ചെടിയുടെ ഊർജ്ജം പുതിയ ഷൂട്ടുകളിലേക്ക് പോകുന്നത്. അപ്പോൾ എപ്പോഴും ചെടി ഒന്ന് നിരീക്ഷിക്കുകയും ആവശ്യമില്ലാത്ത ഡെഡ് ലീഫ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഊർജ്ജം എല്ലായിടത്തേക്കും എത്തണ്ടേ, എന്നാലല്ലേ ചെടി നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. 6ാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഇൻഡോറൊക്കെ ആയിട്ട് ചെടി വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ണ് പൊടി പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലകളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പ്രകാശം നല്ല രീതിയിൽ ഇല സ്വീകരിക്കുകയും വളർച്ച കൂടുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. പിന്നെ ചെടി ഇൻഡോറൊക്കെ ആയിട്ടാണ് വെക്കുന്നതെങ്കിൽ നല്ല വായുസഞ്ചാരമുള്ള സ്ഥലത്ത്, പുറത്ത് വെക്കുകയാണെങ്കിൽ നല്ല വായുസഞ്ചാരമുള്ള ശക്തമായ കാറ്റില്ലേ നേരിട്ട് അടിക്കാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ വെക്കേണ്ടത്. അപ്പോൾ അത് ശ്രദ്ധിക്കുമല്ലോ. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, ഇപ്പോൾ ഒരു ചെറിയ ചട്ടിയാണ്, കുറേ തിങ്ങി നിറഞ്ഞ് വലുതായി നിൽക്കുന്ന പോലെ തോന്നുകയാണെങ്കിൽ തൊട്ടടുത്ത പോട്ട് മിക്സ് ഒക്കെ കൊടുത്ത് അടുത്ത റീപോർട്ട് ചെയ്യാനുള്ള സമയമെന്ന് മനസ്സിലാക്കി റീപോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ചെടിക്ക് നിൽക്കാനുള്ള സ്പേസ് ആ പോട്ടിലില്ല എന്ന് തോന്നിക്കഴിഞ്ഞാലും പുതിയ പുതിയ ഷൂട്ട്സ് വരത്തില്ല. അപ്പോൾ നിങ്ങൾ റീപോർട്ട് കൃത്യമായി ചെയ്താലും കൂടിയാണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഷൂട്ട്സൊക്കെ വന്ന് ചെടി സൂപ്പറായിട്ട് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുണ്ടായിരുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നല്ല ക്ഷമ വേണം. എന്ന് വെച്ചാൽ എല്ലാ അഗ്ലോണിമയും ഒരേ വേഗത്തിലൊന്നല്ല വളരുന്നത്. ചിലത് പെട്ടെന്ന് വളരും, ചിലത് മെല്ലെയാണ് വളരുക. അപ്പോൾ നല്ല ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ചെടികൾ ഷൂട്ട് നിറഞ്ഞ അടിപൊളി പോട്ടായിട്ട് തന്നെ കിട്ടും കേട്ടോ. പിന്നെ കൃത്യമായിട്ടുള്ള വളങ്ങൾ അത് പ്രധാനം തന്നെയാണ് കേട്ടോ. ജൈവവളം മുൻഗണന നൽകുന്നതിൽ നല്ലതാണ്. ഇലച്ചെടികൾക്ക് ജൈവവളം തന്നെയാണ് ബെസ്റ്റ് ആയിട്ട് വേഗം വളരാൻ. കാരണം നൈട്രജൻ കണ്ടന്റ് അല്ലേ ജൈവവളത്തിൽ കൂടുതലുള്ളത്. പിന്നെ വേരുകളൊക്കെ ഒന്ന് സ്ട്രോങ് ആവാൻ NPK ഫലപ്രദമാണ്. അപ്പം പിന്നെ വളം നൽകിയ ഉടനെ വെള്ളം നൽകാനൊക്കെ നോക്കുക. തണുത്ത കാറ്റിൽ നിന്ന് സംരക്ഷിക്കണേ ചെടി. അങ്ങനെ അധികം തണുത്ത കാറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചെടി അത്ര ഉഷാറായി വരില്ല. അപ്പം ക്ഷമയോടെ പരിപാലിക്കുക. നല്ല പരിപാലനം കൊടുത്താൽ മാത്രമാണ് ചെടി നല്ലതായിട്ട് വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അല്ലേ? വീഡിയോ ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പൂമുറ്റം ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊരു ചെടിപ്രേമിയാണ്. അപ്പോൾ ഈ എന്നെ കാണുന്നവരും കൂടുതൽ ചെടി ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ അവർക്കുള്ള സംശയങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നാണ് പൂമുറ്റം ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു കൂട്ടുകാരി ആവാനാണ് പൂമുറ്റം ചാനൽ ആഗ്രഹിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അല്ലേ? താങ്ക് യു. ബൈ ബൈ.